നമ്മളല്ല എന്തിണ്ടാ ഈ പാവത്തിനെ ഞാൻ തന്നത്? ഇവ എന്റെ കണക്കുകളെല്ലാം തെറ്റിച്ചെന്ന ഇവിടുത്തെ കണക്ക് ഭാഷ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എനിക്കൊരു കണക്കിട്ട് തന്നു. അതിന്റെ ഉത്തരം കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചത്. ഇന്നിവിടെ വന്ന് മാഷിനെ കാണിക്കാൻ വേണ്ടി വന്നപ്പം ഇവൻ മാഷിനെ കെട്ടിയിട്ട് കൊന്നു. അപ്പൊ ഇവനെ കൊല്ലണ്ടേ? അത് കൊല്ലണം. എത്രാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ? 4ാം ക്ലാസ്സില്. നിനക്ക് എത്ര വയസ്സായി? 30. കൊള്ളാം. 20 വർഷം. അപ്പൊ വലിയ കണക്കായിരിക്കും. ആ കണക്ക് സംഭവം ഒന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് കേട്ടോ. A+B² അത് ചോദ്യം. ഉത്തരം പറ. പഠിക സിനിമ നീ ഇപ്പോഴാണ് ഇവിടെ കണ്ടത്? നേരത്തെ കണ്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ മിനിമം ഒരു കളക്ടറിലായിരുന്നു. മിനിമം ഒരു കളക്ടർ ഒന്ന് തല്ലിട്ട് വേണണ്ട. ഇനി കളക്ടർ വരും, IG വരും, MLA വരും, മന്ത്രി വരും, എന്റെ ഊപ്പാടും വരും. അയ്യോ എവിടെ എന്റെ അളിയനെ കൊന്നവൻ എവിടെ? ആങ്ങളെ കബഡി നിരത്തി പ്രവചിച്ചപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ ആങ്ങളെ. അല്ലേ ഈ പുള്ളി പ്രവചിച്ചിരുന്ന മാഷ് മരിക്കുമെന്ന്. വെള്ളം കൂടി മുട്ടുമെന്ന് പറഞ്ഞടാ. പക്ഷെ 1.5 മാസത്തെ വെള്ളം കൂടി മുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. എന്റെ കബഡി കള്ളം പറയൂല. നിന്റെ കബഡി സംസാരിക്കുമല്ലേ? ഈ വയ്യാത്ത കഴിഞ്ഞ ഒന്നങ്ങ് തരും. എടാ മരിച്ച ആത്മാവിന് ഇവിടെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതെന്ത് പറ്റി? പോകുന്ന വഴിക്ക് തെക്ക് ഭാഗത്തായിട്ട് അയ്യിലൊരു കന്യകയുടെ പാവാട കിടക്കുന്നുണ്ട്. അത് മറികടക്കാൻ പറ്റുന്നില്ല ആത്മാവിന്. തെക്ക് ഭാഗത്താ? തെക്ക് ഭാഗത്ത്. തെക്കെന്ന് പറയുമ്പോ അങ്ങോട്ട്. അവിടെ ആരാ വീട്? ചന്ദ്രയുടെ വീട്. ചന്ദ്രിക എന്ന കന്യകയായത്? 5 പിള്ളേരുള്ള പ്രവാചകോ കന്യക മനസ്സിലാവുന്നുണ്ട്. എടാ മക്കളെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞത്? എങ്ങോട്ടും പോയില്ല. ചന്ദ്രയുടെ വീട്ടിന്റെ അവിടെ നിൽക്കണം. എടി ചന്ദ്രിയെ ചത്താലെങ്കിലും അങ്ങനെ ഒന്ന് വെറുതെ വിട്ടൂടേടി. ഇങ്ങനെ പറയുമ്പോ മാഷും മറ്റേ അങ്ങനെ വല്ല ബന്ധമുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വരുമ്പം ആ വീട്ടിന്റെ നട എത്തുമ്പം അങ്ങനൊക്കെ ഇത്തിരി താളം ചവിട്ടലൊക്കെ ഉണ്ടായിരുന്നടാ. എന്റെ മാഷേ അവൻ വിളിച്ചിരുന്ന കുറച്ച് ലേറ്റ് ആവും. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? ഒരു താമസിക്കത്തുള്ളൂ. നല്ല താമസിക്കുന്നു. ഒരു കാര്യം ചെയ്യാം. അവൻ വരാതെ എടുക്കുന്നത് മോശം. പിന്നെ ഫ്രീസറിൽ വെക്കാം. ഫ്രീസർ വയ്ക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. അങ്ങനെ തന്നെ സാധാരണ. അപ്പൊ ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റും. മരിച്ചിട്ട് നേരത്തോട് നേരമായി. ഇനി എന്താണ് ഈ ബോഡി നമ്മൾ ഫ്രീസറിൽ വെക്കണത്? ബോഡി ഫ്രീസറിൽ വെക്കുന്ന കാര്യം ആര് പറഞ്ഞു? പിന്നെ മോൻ വരുമ്പോൾ താമസിക്കാം. ഒരു 4 ബിയർ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ കാര്യമല്ലേ പറഞ്ഞു. അത് 2 അടിക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ നോക്കണത്.